പാലക്കാട് നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കോട്ടയാണ് പാലക്കാട് കോട്ട. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും നന്നായി സംരക്ഷിച്ച് വരുന്ന കോട്ടകളിലൊന്നും പാലക്കാട് കോട്ട തന്നെയാണ്. AD 1766 സുൽത്താൻ ഹൈദരാലി നിർമ്മിച്ച കോട്ട കൂടിയാണ് പാലക്കാട് കോട്ട. പാലക്കാട് കോട്ടയുടെ പ്രധാന ആകർഷണം ഇതുപോലുള്ള കിടങ്ങാണ്. ഇത് ചാടിക്കടക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് തന്നെയാണ്. ഇത് കോട്ടയുടെ ചുറ്റും ഈ കിടങ്ങുണ്ട് കേട്ടോ. നല്ല വെള്ളമുണ്ട്, നല്ല ആഴത്തിൽ നല്ല വെള്ളമുണ്ട്. കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ കോട്ടകൾക്കും ഒരു പ്രത്യേകതയുണ്ട്, ഒരു സിമിലാരിറ്റി ഉണ്ട്. എന്താണെന്നറിയോ? എല്ലാ കോട്ടയ്ക്ക് അകത്തും ഒരു ഹനുമാൻ ക്ഷേത്രം ഉണ്ടാകും, ഒരു ഹനുമാൻ പ്രതിഷ്ഠ ഉണ്ടാകും. അങ്ങനെ ഒരു ക്ഷേത്രമാണ് ഇതവിടെ കാണുന്നത്. ഞാൻ ഇപ്പം നിൽക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിന് തൊട്ട് മേലെയാണ് കേട്ടോ. അതിന് മേലെ ഒരു ആരാധനാ കേന്ദ്രം ഉണ്ട്. ആരാധനാ കേന്ദ്രം തന്നെയാണെന്ന് തോന്നുന്നത്. അതെ, ആരാധനാ കേന്ദ്രം. ഇവിടെയും പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പാലക്കാടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് നല്ല കാറ്റാണ് എല്ലാ സമയത്തും. അത് രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും വൈകുന്നേരമാണെങ്കിലും നല്ല കാറ്റാണ്. പൊടിക്കാറ്റ് എന്നൊക്കെ വേണം പറയാം. കുട്ടികളുണ്ട് പുറകിൽ. അവരെ ഞാൻ ശല്യം ചെയ്യുന്നില്ല എന്ന് കരുതിയാണ് കേട്ടോ. കാരണം അവർ മൊബൈൽ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിനകത്തായിരിക്കും. മൊബൈൽ ക്യാമറ തന്നെ ഏത് ക്യാമറ കണ്ടാലും അതിനകത്തായിരിക്കും കുട്ടികൾ. അപ്പോൾ അവരുടെ ടീച്ചേഴ്സിന് അതൊരു ബുദ്ധിമുട്ടായി തീരരുത് എന്ന് കരുതിയിട്ടാണ് ഞാൻ അവരിൽ നിന്ന് മാറിയിരിക്കുന്നത് കേട്ടോ. മറ്റൊന്നും വിചാരിക്കരുത്, കാരണം അവർ പഠിക്കാൻ വന്നവരല്ലേ, അവർ പഠിക്കട്ടെ. ഒരു സ്റ്റെപ്പുണ്ട് താഴോട്ട്, നമുക്കൊന്ന് ഇറങ്ങി നോക്കാം എന്താണ് ഇവിടുത്തെ കാര്യങ്ങളെന്ന് നോക്കാം. ഇതൊക്കെ മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് പോയി കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു ഈ കോട്ടയ്ക്കകത്ത് ഒരു സ്പെഷ്യൽ സബ് ജയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതാണെന്ന് തോന്നുന്നത്. കറക്റ്റായിട്ട് അറിഞ്ഞൂടാ കേട്ടോ. അങ്ങോട്ട് പോകുന്നത് ശരിയല്ല തോന്നുന്നു. പോയി നോക്കാം. ഇൻഫർമേഷൻ ശാല എന്ന് പറഞ്ഞ് ബിൽഡിംഗ് ഉണ്ട്. പക്ഷെ ഇവിടെ ഓപ്പൺ അല്ല, തുറന്നിട്ടൊന്നുമില്ല. എന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല. നമ്മുടെ കണ്ണൂർ ഫോർട്ടിനേക്കാളും എത്രയും ബെറ്ററാണ് കേട്ടോ. നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തില്ല. താലൂക്ക് സപ്ലൈ ഓഫീസാണ് കേട്ടോ. ഈ കോട്ടയ്ക്കകത്ത് പ്രവർത്തിക്കുന്നതാണ്. ചേച്ചി, ഇത് വർക്കിംഗ് സപ്ലൈ ഓഫീസ് വർക്കിംഗ് ആണല്ലേ? അപ്പോൾ അങ്ങോട്ടേക്ക് അത് ഗവൺമെൻറ് ഓഫീസാണ് കേട്ടോ. താലൂക്ക് സപ്ലൈ ഓഫീസാണ്. അതിനകത്ത് പോയി വീഡിയോ എടുക്കുന്നത് ശരിയല്ലാന്ന് തോന്നി. അതുകൊണ്ടാണ് പുറത്തോട്ട് ഇറങ്ങിയത്. അത് ഇപ്പോഴും ആക്റ്റീവ്ലി പ്രവർത്തിക്കുന്ന സപ്ലൈ ഓഫീസാണ് കേട്ടോ. അത് ശരിക്കും പാലക്കാട് താലൂക്ക് സപ്ലൈ ഓഫീസാണ് കേട്ടോ. അത് ആക്റ്റീവ്ലി പ്രവർത്തിക്കുന്ന
സപ്ലൈ ഓഫീസാണ്. അപ്പോൾ നമ്മളവിടെ ചെന്ന് വീഡിയോ എടുക്കുന്നത് ശരിയല്ല, ഗവൺമെൻറ് ഓഫീസല്ലേ, അപ്പോൾ ശരിയല്ല. അതുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി കേട്ടാ. അത് ഉണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞിരുന്നു. ഒരു സബ് ജയിലും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ഗവൺമെൻറ് ഓഫീസും കൂടി ഉണ്ട് എന്ന് ഞാൻ അറിഞ്ഞിരുന്നു. പക്ഷേ ഇതായിരിക്കും എന്ന് കരുതി. ഒരു ആൽമരം കേട്ടോ, ഹൈറ്റ്. ആൽമരം മാത്രമല്ല, മാവുണ്ട്. മാവൊക്കെ പൂത്തിരിക്കുകയാണ് കേട്ടോ. 2-3 മാസം കൂടി കഴിഞ്ഞ് വന്ന മാങ്ങയൊക്കെ പറിക്കാം നമുക്ക്. മറ്റ് മരങ്ങളും കൂടി ഉണ്ട്. അതുകൊണ്ട് തണലിന് കുറവൊന്നുമില്ല കേട്ടോ, വെയിലിന് ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കേട്ടോ. അവിടെ ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആ കാണുന്നതാണ് താലൂക്ക് സപ്ലൈ ഓഫീസ് പാലക്കാട്. ഇതാ നമ്മൾ കണ്ട മാവ്, അതിന് തൊട്ടപ്പുറത്ത് ആൽമരം. ആൽമരം സൂപ്പറാണ് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആൽമരം. ഇവിടെ എന്തോ ഒരു സംഭവമുണ്ട്, നമുക്ക് നോക്കാം. ആ കുളമാണ് കേട്ടോ, പക്ഷെ ഇത് ലോക്ക് ചെയ്തിരിക്കുക, ഇറങ്ങാൻ പറ്റും. വെള്ളമുണ്ട്, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഉണ്ട് അതിനകത്ത്. ഇറങ്ങണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇറങ്ങി നോക്കാട്ടോ. നല്ല വെള്ളമുണ്ട് കേട്ടോ, നല്ല വെള്ളമുണ്ട്, നല്ല ഹൈറ്റും ഉണ്ട്. നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. കോട്ടയുടെ പ്രൊവിൻസസൊക്കെ ചുറ്റുപാടൊക്കെ നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് ഒരു ബിഗ് താങ്ക്സ്. കാരണം ഇത് നന്നായിട്ട് തന്നെ സംരക്ഷിക്കുന്നുണ്ടല്ലോ. ഇതും ആക്ടിവിറ്റി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ് ഓഫീസ് തന്നെയാണെന്ന് തോന്നുന്നു. എനിക്കൊന്നും സമയം ആവാത്തത് കൊണ്ടാണ് ഇവർ തുറക്കാതിരിക്കുന്നത്. ഞാൻ ഇപ്പം 9:45 ആയതേ ഉള്ളൂ. ഞാൻ രാവിലെ 8 മണിക്ക് എത്തിയതാണ്. 2 മണിക്കൂറിന് അടുത്താവുന്നു. ഫീഡിങ് റൂം കൊടുത്തിട്ടുണ്ട്, ആ കുട്ടികൾക്ക് മുലയൂട്ടൽ കേന്ദ്രം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പാലക്കാട് കോട്ടയുടെ പ്രധാന ആകർഷണം ഈ കിടങ്ങ് തന്നെയാണ് കേട്ടോ. പക്ഷേ ഈ കിടങ്ങ് എന്തിനു വേണ്ടി നിർമ്മിച്ചു എന്ന് എനിക്കിപ്പോഴും അറിയില്ല. അത് ആരോടെങ്കിലൊക്കെ ചോദിക്കേണ്ടി വരും. ചോദിക്കാൻ പറ്റിയ ആളുകളൊന്നും ഇവിടെ ആരെയും കാണുന്നില്ല. എല്ലാവരും വിസിറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. കാരണം സ്റ്റാഫ് ആരെയും കാണുന്നില്ല. ആകെ 2 സ്റ്റാഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവർ പുറത്തായിരുന്നു സെക്യൂരിറ്റി റൂമിൽ. ചോദിച്ചു നോക്കാം, പോകുന്ന വഴിക്ക്, നമുക്ക് തിരിച്ചു പോകുന്ന വഴിക്ക് ചോദിച്ചു നോക്കാം. കിടങ്ങ് എന്തിനു വേണ്ടിയാണ് നിർമ്മിച്ചത്? പഴയ കാലത്ത് തന്നെ നിർമ്മിച്ചതാണ്. ഈ കോട്ടയുടെ തുടക്ക കാലഘട്ടം എന്താണെന്ന് നമുക്കറിഞ്ഞൂടാ. AD 1766 സുൽത്താൻ ഹൈദരാലി പിടിച്ചെടുത്തതിന് ശേഷം പുനർനിർമ്മിച്ച കോട്ടയാണ് എന്ന് മാത്രമേ നമുക്കറിവുള്ളൂ. മറ്റു കാര്യങ്ങളൊന്നും നമുക്കറിവില്ല. നല്ല കാഴ്ചകളുണ്ടോ, ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ വേണ്ടിയിട്ട്. സൂപ്പർ. ചേച്ചിമാരവിടെ
വെയിലായതിനു ശേഷം അതുകൊണ്ടല്ലേ മരത്തിൻ്റെ അടി പോയി ഇരിക്കുന്നുണ്ട്. ആ വീട് അത് അവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല കാഴ്ചയുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് ശ്രമിച്ചു നോക്കാം, എന്താ സംഭവം എന്ന് അറിഞ്ഞൂടാ. ലെറ്റ്സ് സീ. അവർ തമിഴ്നാട്ടുകാരാണ് കേട്ടോ. ഇവരുടെ ജോലിക്ക് വന്നതാണ്. ഇവിടുത്തെ കാഴ്ച എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണെന്ന് നമുക്കൊന്നുകൂടി കറങ്ങാം. ഈ വഴി നമ്മൾ നേരത്തെ പോയ വഴി തന്നെ കേട്ടോ. ആ ചേച്ചിമാർ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. തമിഴാ? മലയാളി തന്നെ. ഈ പരിസരത്തുള്ളതാണ്. ഞാൻ കാസർഗോഡ്. ആ, കോട്ട കാണാൻ വന്നതാണ്. കോട്ട, അതുപോലെ മലമ്പുഴ ഡാം. ഒറ്റയ്ക്കുള്ളൂ. ശരി, കഴിച്ചില്ല, കഴിക്കണം അത്രേ. ആ, ഇന്നലെ രാവിലെ എത്തി. ആ ട്രെയിനിൽ വന്നാ. ശരി, കോട്ട കണ്ടു. ആ, ബേക്കൽ കോട്ടയുണ്ട്. കാസർഗോഡ് വന്നിട്ടുണ്ടോ? കാസർഗോഡ് വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. അവിടെ ഉണ്ടോ? ആ അങ്ങനെ. അവിടുന്ന് ഇങ്ങോട്ട് വന്നതാ അല്ലേ? ആ, നിങ്ങൾ പെർമനന്റ് ജോലിക്കാരാണ്? അല്ല, ടെമ്പററി. ആ, ഇവിടുത്തെ. ശരി. അപ്പം സത്യത്തിൽ ഞാൻ കരുതിയത് അവർ തമിഴാണെന്ന്. അപ്പോൾ തമിഴല്ല, അവർ മലയാളികളാണ്. ആ തുടക്കത്തിൽ ചിലപ്പോൾ പാലക്കാട് ആയതുകൊണ്ടായിരിക്കും കേട്ടോ, അവരുടെ സംസാര രീതിയിലൊരു തമിഴ് ചുവയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ തമിഴ് എന്ന് പറഞ്ഞത് തുടക്കത്തിൽ. നല്ല ആളുകളാണ് എല്ലാവരും, നല്ല കോപ്പറേറ്റീവാണ്. ഇവിടെ ഒരു വാച്ച് ടവറുണ്ട്. നമുക്ക് വാച്ച് ടവറിൽ ഇപ്പം കാണാം. കയറാൻ പറ്റുമോ എന്ന് അറിഞ്ഞൂടാ. കയറാം കേട്ടോ, കയറുന്നതിന് ബുദ്ധിമുട്ടില്ല. വളരെ ചെറിയൊരു വാച്ച് ടവർ. ആഹാ, കുറച്ചും കൂടി ഉയരണ്ടായിരുന്നെങ്കിലേ. നല്ല വ്യൂസാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. കണ്ടില്ലേ, ആ കിടങ്ങ് കാണാം, അതിൻ്റെ ഓരത്തുള്ള ആ ഒരു ട്രാക്ക് കാണാം, റണ്ണിങ് ട്രാക്ക് കാണാം. രാവിലെ ഒരുപാട് പേര് അതിനകത്തൂടെ ഓടുന്നുണ്ടായിരുന്നു കേട്ടോ, ജോഗിങ് ചെയ്യുന്നുണ്ടായിരുന്നു, എക്സസൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കൊന്ന് ചുറ്റുവട്ടത്തെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും അവരൊക്കെയാണ്. നാട്ടുകാർ പിന്നെ ഓക്കെ ചെയ്യില്ല എന്ന് പ്രതീക്ഷിക്കാം. ഈ ഭാഗത്തുള്ള കാഴ്ചയാണല്ലേ, വാ. ഈ കിടങ്ങ് തന്നെയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ബേക്കൽ കോട്ടയിൽ ആ വലിയൊരു ടവറാണെങ്കിൽ പാലക്കാട് കോട്ടയിലേക്ക് വരുമ്പോൾ അത് കിടങ്ങായിട്ട് മാറും. ഇവിടുത്തെ കാഴ്ചകൾ ഓരോ കോട്ടയിലും ഓരോ തരം കാഴ്ചകളാണ്. കണ്ണൂർ കോട്ടയിൽ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല.
പാലക്കാട് കോട്ടയിലേക്ക് വരാൻ ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. അതായത് പാലക്കാട് നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് കോട്ട ഉള്ളത്. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ കാണും. ബസ്സിന് ഒരു 13 രൂപ എടുത്തു കഴിഞ്ഞാൽ കോട്ടയിലേക്ക് എത്താം. കപ്പിൾസൊക്കെ സോ എളിവി കാഴ്ചയൊക്കെ നമുക്ക് നഷ്ടപ്പെടുന്നത് പോലെയാണ് തോന്നുന്നത്. ഇതുവഴി കയറാൻ പറ്റും കേട്ടോ. ഇവിടുന്ന് ആ കിടങ്ങ് നമുക്ക് കാണാം. ശരിക്കും പാലക്കാട് കോട്ടയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് കിടങ്ങാന്ന് കേട്ടോ. ഒരു തർക്കവുമില്ല. ശരിക്കും ഈ ടവറിൽ നിന്ന് നമുക്കതിൻ്റെ നല്ലൊരു വ്യൂ കിട്ടിയാണ്. പക്ഷെ അവിടെ കപ്പിൾസ് ഉണ്ട്, അതാ പ്രശ്നം. നമ്മൾ അവർ ശല്യം ചെയ്തത് ശരിയല്ല. നമ്മൾ പിന്നെ എന്താണ് യൂട്യൂബേഴ്സ് അല്ലേ, അവരുടെ പ്രൈവസി നമ്മൾ മാനിക്കണം. ഈ കിടങ്ങിനപ്പുറം കാണുന്നുണ്ടല്ലോ, അത് ശരിക്കും കുട്ടികളുടെ ചിൽഡ്രൻസ് പാർക്കാണ് കേട്ടോ. അത് ശരിക്കും നമ്മളവിടെ പോകുന്നുണ്ട്. വാടിക DTPCയുടെ നിയന്ത്രണത്തിലാണത് നിലവിൽ. 10 മണിയായി കാണും, ഇപ്പം ഓപ്പണായി കാണും. ഓപ്പൺ ആവേണ്ട സമയമായി. നമ്മൾ അവിടെ കൂടി ചെല്ലും. എന്തായാലും കണ്ണൂർ പാലക്കാട് കോട്ട കാണാൻ എത്തിയതല്ലേ, അപ്പോൾ അതും കൂടി കണ്ട് നമുക്ക് തിരിച്ചു വരാം. തോന്നിയവാസം എന്നല്ലാതെ മറ്റെന്താ പറയണ്ടേ. ഞാൻ ഒരു ഷോട്ട് എടുക്കാൻ നോക്കിയതാണ്. ട്രൈപ്പോഡ് താഴെ വെച്ച് ഷോട്ട് എടുക്കുന്ന സമയത്ത് കാറ്റ് കൊണ്ടത് എൻ്റെ മൊബൈൽ താഴെ പോയി. ചെറിയൊരു സ്ക്രാച്ച് വീണു. വേണ്ടായിരുന്നു. 15,000 രൂപയുടെ മൊബൈൽ. നല്ല സ്ക്രാച്ച് ഉണ്ട്, മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. നല്ല സ്ക്രാച്ച് ഉണ്ട്. വേണ്ടായിരുന്നു. ഇനി ഞാൻ മൊബൈൽ താഴെ വെച്ച് വീഡിയോ എടുക്കില്ല. ആർപ്പാ കയ്യെ തന്നെ പിടിക്കും കേട്ടോ. അന്ന പരിപാടി ആയിട്ട്. ഇതാ കാണുന്നതൊക്കെ പാർക്കിംഗ് ഏരിയ കേട്ടോ. എല്ലാ വാഹനങ്ങൾക്കും പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ്. കോട്ടയുടെ അകത്ത് തന്നെയാണിത്, പക്ഷേ പാർക്കിംഗ് ഏരിയ ആയിട്ട് ആ മരം എന്തായാലും പൊട്ടി വീഴും, ഉറപ്പാണ്. മൊത്തം പോയിരിക്കരുത്. ഒരുപാട് കാലം ആ മരം ഉണ്ടാവില്ല. സോ നമ്മൾ ഇറങ്ങുകയാണ്. ഇനി ഇവിടെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല. അതിന് പുറത്തുള്ള കുറച്ച് വീഡിയോസും കൂടി എടുത്ത് നമ്മളിവിടുന്ന് ഇറങ്ങും. ഏകദേശം 10-10:30 ആയിട്ടുണ്ട്. ചിൽഡ്രൻസ് പാർക്ക് തുറന്നിട്ടുണ്ട്. നമ്മളത് അവിടെ കൂടി എക്സ്പ്ലോർ ചെയ്യും.